Doing a wonderful job, and my predecessors and my colleagues have been doing a great job here. We would like to continue the same trend. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് ഇത് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടെ ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മൾ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do maintain the communal harmony in the society. Yeah. Secondly, the cyber crimes is one area where which is being impacting almost all the sections of society. അതിനെ കൂടെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കും. അതിൽ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി എടുത്തിട്ട് സൈബർ ക്രൈമിലെ ഉള്ള അവരുടെ ആളുകളിനെ ശക്തമായിട്ട് നേരിടണം. അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ నుండి ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. Finally, the behavioral toward the public, as you are all aware, Kerala Police is generally known to be a very cordial and well-mannered police force. We will try and improve further our soft skills and see that we do the best service to the public, mainly the common man. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും താഴെക്കെട്ടുള്ള ആളുകൾക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയും അവർക്ക് നീതി കിട്ടാനുള്ള ഒരു ഭാഗം ഞങ്ങളുടെ ഭാഗത്തു വേണ്ടി ശ്രമം ഉണ്ടാവും. There are a few things which I would like to add from at the outset. Yeah, that's also. Happy at moment, and definitely challenging job ആണ് ഇതിൽ. എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടും പിന്നെ ജനങ്ങളുടെ സഹായത്തോടും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഓർപ്പുണ്ട്. Today these are the main challenges, definitely. ബാക്കിയുള്ളതെല്ലാം പോലീസിംഗ് ഇസ് എ വെരി ഡൈനമിക് ജോബാണ്. അതോടൊപ്പം ഒരെണ്ണ പ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് മയക്കുമരുന്ന് തന്നെയാണ്. അത് ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് ശക്തമായി അതിലെ നമ്മൾ ഒരെണ്ണ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഫാമിലി പാർട്ടിസിപ്പേഷനും ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറക്കാൻ വേണ്ടിയുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, there is strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. അത് നമ്മളൊക്കെ ആക്ച്വലി അൺഡൗട്ടഡ്ലി ഡ്രഗ്സിനായിട്ടുള്ള ഒരു ശക്തമായ നടപടിയുണ്ടോ അത് നമ്മൾ നോക്കിയിട്ട് വിൽ ഗോ ഹെഡ് വിത്ത് ജസ്റ്റ് ചാർജ് അതിനെ മുന്നോട്ട് പോകുന്നത്. പോകുമ്പോഴുള്ള അവസ്ഥയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ടെററിസവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇടയ്ക്ക് എന്നെ കോടതി കുറിച്ച് പ്രശ്നങ്ങൾ പറയുന്നു. ആളാണ് കേരളത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? അല്ല, ഈ പൊതുവെ ഇന്ന് ഈ കേരളത്തിലല്ല
പൊതുവെ ഡ്രഗ്സിന്റെ പ്രഭാവം നമുക്ക് ദേശമൊത്തും കാണുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിന്റെ എഫക്ട് we could see in most of the sections have been affected. Schools, colleges, യുവാക്കളും പിന്നെ മറ്റേ അന്യ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബീങ് എഫക്റ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക്. സർ, ഈ പോലീസ് ഭയങ്കര സൗഹാർദ്ദപരമായി പെരുമാറുന്നു എന്ന് പറയുമ്പോഴും ചില മേഖലകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകൾ ഇങ്ങനെ വരികയും ചെയ്യുന്ന സാഹചര്യം, അത് ഒഴിവാക്കാൻ ഈ തരത്തിലുള്ള ഇടപെടലായിരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ. ഒരെണ്ണം നമ്മൾ പരിശീലനം ശിക്ഷണ കൂട്ടുക, പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ അതിനെ തക്കതായ നടപടി എടുക്കുക, രണ്ടും ചെയ്യണമെന്ന്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്ട്രോങ് ആയി കൊണ്ടുപോകുന്നതാണ്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് എനി ക്രൈം എഗൈൻസ്റ്റ് വിമൻ ഇസ് എ വെരി സീരിയസ് മാറ്റർ. അതിന് നമ്മൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അത് വളരെ ദ്രുതമായിട്ട് ഫാസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കുന്ന അതിലേക്ക് ഒരു റിവ്യൂ ചെയ്തിട്ട് ആക്ഷൻ എടുക്കും. സർവീസ് കാലങ്ങൾക്ക് ഉള്ള സംഭവം പോലീസിന്റെ കാക്കി യൂണിഫോം എന്നുള്ളത് ഇപ്പൊ സിനിമക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. അതിൽ അനുഭവിച്ച ഒരു ഇരയാണ് ഞാൻ. സാറേ, അന്ന് 2008/10/2021 ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി. ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാൻ 30 വർഷം താക്കിയിട്ട് അനുഭവിച്ച് ഒരുപാട് വേദനയോട് പറയാം. നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. 3 വർഷം ഇത്ര 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന സാർ. ഞാൻ മീഡിയന്റെ വക്തവാ. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി വാ. തീർച്ചയായിട്ടും പോലീസുകാർക്കിടയ്ക്ക് സൂയിസൈഡ്സ് ധാരാളം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം എന്തെങ്കിലും അതിനകത്ത് ആക്ഷൻസ്? അത് ഞാൻ പരിശീലിക്കാം അതിന്. കാരണം അതിന്റെ സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളാണെങ്കിലും ഔദ്യോഗികപരമായിട്ട് ഇതിന് ജോബ് പരമായ സ്ട്രെസ് ആണെങ്കിൽ അതിന് ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ. നമുക്ക് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട് സാർ. അത് ഓൾറെഡി കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ട് നന്നാക്കി പറ്റുന്നതാണ്. ഫിനാൻഷ്യൽ കോഡിന്റെ കാര്യം ആളുകളുടെ പോലുള്ള മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതിൽ ക്രൈംബ്രാഞ്ചിനൊരു എക്കണോമിക് വിഭാഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രശ്നക്കും ഈ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ ഒരുപാട് തട്ടിപ്പാണ്. കൃത്യമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള പലപ്പോഴും ഈ ഫിനാൻഷ്യൽ കോഡിന്റെ കൃത്യമായി അതിനുശേഷം ശിക്ഷ വരുന്നില്ല. ഈ ഫിനാൻഷ്യൽ കോഡ് നടക്കുന്നത് സൈബറിലായാലും ഇല്ലാതെ അവിടെ ഈ ഫിസിക്കൽ പ്രശ്നമാണ്. തീർച്ചയായിട്ടും നമ്മൾ പർട്ടിക്കുലർ കേസുകൾ ഏതെങ്കിലും ഉണ്ടോ അതെല്ലാം മുൻകിട്ടെത്തി അത് അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ കൂടെ ശ്രദ്ധിച്ച് ചെയ്യിപ്പിക്കാനുള്ള ആവശ്യം വരുത്തുന്നുണ്ട്. ചാർജെടുത്ത ശേഷം കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി കണ്ണൂരേക്കാണ് സാറിന് ഫസ്റ്റ് പ്രോഗ്രാം പങ്കെടുക്കാൻ പോകുന്നത് തോന്നുന്നു. സീനിയർ CBIയുടെ മീഡിയ രാജ്യത്തെ ഡിസ്കഷൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പഴയ സംഭവങ്ങൾ. അപ്പം അതെങ്ങനെയാണ് സാറ് തിരിച്ച് പോലീസ് മേധാവിയായി വരുന്നത്? I have no comments to offer on that one. Thank you very much. Thank you. റവാഡ ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. മയക്കുമരുന്ന് പ്രശ്നം നേരിടാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം തന്നെ വന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം കൂടുതൽ ഉറപ്പാക്കും, സൈബർ സുരക്ഷ ശക്തമാക്കും, കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ് തനിക്ക് സന്തോഷം നൽകുന്നതാണെന്നും റവാഡ ചന്ദ്രശേഖർ പറയുകയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് ചീഫായി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ 10:30 മണിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നതും. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം വാർത്താസമ്മേളനത്തിൽ ADGP MR അജിത് കുമാറും H ശ്രീജിത്തും ഒക്കെ ഉണ്ടായിരുന്നു. വാർത്താസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.